സോഷ്യൽ സയൻസ് 5ാം ക്ലാസ്സിലെ രണ്ടാം പാർട്ടാണ്. അതായത് SCRTന്റെ 5ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠം ഗതാഗത ആശയ വിനിമയങ്ങളാണ്. എന്താണ്? അതായത് നമുക്ക് ഇന്ന് കാണുന്ന ഗതാഗത സമ്പ്രദായം, അതായത് നമുക്ക് ഇന്ന് കാണുന്ന റോഡ്, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് സഞ്ചരിക്കാൻ കഴിയുന്നത്, അതൊക്കെയാണ് പഴയ കാലത്ത് എങ്ങനെയാണ്, അതൊക്കെയാണ് പറയുന്നത്. പിന്നെ അതേപോലെ ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ, നമുക്ക് ഇന്ന് എങ്ങനെ ആശയവിനിമയം, നമ്മളൊരു കാര്യം എങ്ങനെയാണ് മറ്റൊരാളവരോട് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂരാണെങ്കിൽ നമുക്ക് അങ്ങ് ഗൾഫിലുള്ള ആൾ വരെ നമുക്ക് ആശയങ്ങൾ നടത്താനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. അതെങ്ങനെയാണ് വന്നിനി എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ ആദ്യം എന്താണ് വാഹനം എന്നാൽ എന്താണ്? അത് വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിന്റെ അർത്ഥം. അത് മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിച്ചിരുന്ന യാന്ത്രിക ഏതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. മുൻകാലത്ത് എങ്ങനെയാണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്? എങ്ങനെയാണ്? കാൽനടയായിട്ടാണ് പോയത്, നടന്നിട്ടാണ് പോയത്. അതുപോലെ തലയുടെ മുകളിൽ ചുമട് വെച്ചാണ് പോയത്. ഇന്ന് കാണുന്ന അരിയും മുകളിൽ എന്നാരെങ്ങനെ കൊണ്ടുപോയത്? നടന്നു പോകുമ്പോൾ തലയിൽ ചുമട് വെച്ച് കൊണ്ടുപോകും. പിന്നെ എന്തായി? മൃഗങ്ങളുടെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. മൃഗങ്ങളുടെ പുറത്ത് ഏതൊക്കെയാണ് മൃഗങ്ങളെ ഉപയോഗിച്ചത്? ആനയെ ഉപയോഗിച്ചിരുന്നു, കുതിരയെ ഉപയോഗിച്ചിരുന്നു, കാളയെ ഉപയോഗിച്ചിരുന്നു, ഒട്ടകങ്ങളൊക്കെ എന്ത് ഉപയോഗിച്ചിരുന്നു? മനുഷ്യർ വാഹനമായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ ചക്രങ്ങൾ കണ്ടുപിടിച്ചു. ചക്രത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന വാഹനത്തിലേക്ക് എത്തിയെന്ന് നമുക്കറിയാം. അത് മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതാണ് ചക്രത്തിന്റെ കണ്ടുപിടുത്തം. അതൊരു ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഉരുളൻ മരത്തടിയിൽ മുകളിൽ സാധനങ്ങൾ വെച്ച് ഉരുട്ടി ഭാരം നീക്കം എളുപ്പമാണെന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ഉരുളുകളെ ചെറുതാക്കി ചക്രങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. നോക്കാം. 1976 സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്തിന് തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ ചിത്രമാണ് വരുന്നത്. ഓക്കെ. അതായത് മേപ്പിൾ മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിന്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട്. എന്താണ് മെസ്സപ്പൊട്ടോമിയ എന്താണ്? ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മെസ്സപ്പൊട്ടോമിയയിൽ ചക്രങ്ങൾ നിർമ്മിച്ചതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണ് തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമാക്കാരും എന്ത് ചെയ്തു? ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസ്സപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്ക് ഇടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം. ഈ ചിത്രങ്ങൾ നോക്കി. അതായത് മരപ്പല പോലത്തെ ടയറാക്കി എന്ത് ചെയ്യുന്നു? ചുമട് കൊണ്ടുപോകുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഇതിന് നേരെ ആൾക്കാർ പകരം കാളകളെ കൊണ്ടുപോകുന്നു. പിന്നെ കുതിരക്കായി, പിന്നെ ഇത് റിക്ഷയായി, ഒരു ഓട്ടോറിക്ഷയായിട്ട് ഇതിന്റെ മുകളിൽ കുതിര വെച്ച് കൊണ്ടുപോകുന്നു. അപ്പൊ ഗതാഗത മാർഗങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. കരഗതാഗതമുണ്ട്, ജലഗതാഗതമുണ്ട്, വ്യോമഗതാഗതമുണ്ട്. ഇത് നമ്മൾ കരയിലൂടെ പോകുന്നുണ്ട്, വള്ളത്തിലൂടെ പോകുന്നുണ്ട്, ആകാശത്തിലൂടെ പോകുന്നുണ്ട്. എന്താണ് കരഗതാഗതം? നമുക്കറിയാം, റോഡ് ഗതാഗതം. ഇന്ന് കാണുന്ന റോഡ് ഒരു ഗതാഗതമാണ്. പിന്നെ എന്താണ്? റെയിൽവേ ഗതാഗതം ഒരു കരഗതാഗതമാണ്. ജലഗതാഗതം തന്നെ ഉൾനാടൻ ഗതാഗതം എന്നും കടൽ സമുദ്ര ഗതാഗതം എന്നുണ്ട്. അത് വ്യോമഗതാഗതം എന്ന് പറയുമ്പോൾ ദേശീയ വ്യോമഗതാഗതവും അന്തർദേശീയ ദേശീയം എന്ന് വെച്ചാൽ നമ്മളെ രാജ്യത്തെ മാത്രം, അന്തർദേശീയം നമ്മുടെ രാജ്യത്തിന് പുറത്തും നമുക്ക് പോകാൻ കഴിയും. ഇനി എന്താണ് മക് ആദം റോഡുകൾ? അതായത് 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദമാണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകളാണ് മക് ആദം റോഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. അങ്ങനെ ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഹൈവേ ആണ് സുവർണ ചതുഷ്കോണം. എന്താണ് സുവർണ ചതുഷ്കോണം? ഇന്ത്യയിലെ പ്രധാന വ്യവസായ കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാശൃംഖലയാണിത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളുടെയും 12 സംസ്ഥാനങ്ങൾ കടന്നു പോകുന്നു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നഗരങ്ങൾ? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. എത്ര സംസ്ഥാനം? 12 സംസ്ഥാനങ്ങളുടെ. ഇനി എന്താണ് വടക്ക് തെക്ക് ഇടനായും കിഴക്ക് പടിഞ്ഞാറ് ഇടനായും? വടക്ക് തെക്ക് ഇടനായി ശ്രീനഗറിനെയും കന്യാകുമാരിനെയും കിഴക്ക് പടിഞ്ഞാറിനായി സിൽച്ചാറിനെയും പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നു. ഇനി എന്താണ് റെയിൽവേ ഗതാഗതം?
അതായത് ഏത് പ്രായക്കാർക്കായാലും ഒരു കൗതുകം തോന്നുന്ന റെയിൽവേ ഗതാഗതം നോക്കാം. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലൊക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. ഇത് പ്രവർത്തിക്കാൻ ഇന്ധനമായിട്ട് കൽക്കരിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഡീസലായി, ഇപ്പോൾ എന്തായി, ഇലക്ട്രിക് ആയി. അത് വർഷം 1825 ഇംഗ്ലണ്ടിലെ സ്കോട്ട്ലൻഡ്, ഡാർലിംഗ് എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ടു. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലൊക്കോമോട്ടീവ് എന്ന പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ ആദ്യത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇത് ഇന്ന് കാണുന്ന എന്തിലേക്കെല്ലാം എത്തി, നമ്മളെ പിന്നെ ഇങ്ങനത്തെ അവസ്ഥയിലെത്തേണ്ട ഇത് റെയിൽവേ മാറി മാറി വന്നതാണ് ഈ ചിത്രം നോക്കുന്നത്.